Elena Learning Class സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? Chemistry 5th chapter Compounds of Non-Metals. കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ കുറച്ച് പാഠങ്ങൾ പഠിച്ചിരുന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അമോണിയയെക്കുറിച്ചാണ് പഠിച്ചിരുന്നത്. എന്തായിരുന്നു അമോണിയയുടെ മോളിക്കുലർ ഫോർമുല? NH3. ഓക്കെ, ഇനി നമ്മൾ അടുത്ത യൂസസ് ഓഫ് അമോണിയ. അന്ന് നിങ്ങൾക്ക് നോട്ട് പറഞ്ഞു തന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് യൂസസ് ഓഫ് അമോണിയ? അമോണിയയുടെ നേച്ചർ എന്തായിരുന്നു? ബേസിക് നേച്ചറാണ്. അമോണിയയ്ക്ക് എല്ലാ ഗ്യാസുകൾക്കും ബേസിക് നേച്ചറാണ്. അമോണിയ ഒരു ഗ്യാസ് ആയതുകൊണ്ട് അമോണിയയ്ക്കും ബേസിക് നേച്ചറാണ് ഉള്ളത്. യൂസസ് ഓഫ് അമോണിയ ഫോർ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ മാനുഫാക്ചർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നു? അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? അമോണിയം സൾഫേറ്റ്, ഫോസ്ഫേറ്റ്, യൂറിയ എക്സെട്ര. ഇതെല്ലാം നമുക്ക് നിത്യമായിട്ടുള്ള ഡെയിലി ലൈഫിൽ കേട്ട് പരിചയമുള്ള കുറച്ച് ഫെർട്ടിലൈസേഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്നത് അമോണിയ, നൈട്രജൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കെമിക്കലാണ്. ഓക്കെ, അത് ഹാസ് എ റെഫ്രിജറന്റ് ഐസ് പ്ലാന്റ്സ്. റെഫ്രിജറന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ടു ക്ലീൻ ടൈൽസ് ആൻഡ് വിൻഡോ പാൻസ്. നമ്മൾ ക്ലീൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ അമോണിയക്ക് എന്ത് സ്മെല്ലായിരുന്നു പറഞ്ഞത്? ഒരു പഞ്ചൻ സ്മെല്ലായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എന്താണ് അമോണിയക്ക് ബേസിക് ക്യാരക്ടറാണ്. നമ്മൾ ലിറ്റ്മസ് പേപ്പർ എന്താകും? റെഡ് ടേൺസ് ടു ബ്ലൂ ആകും. അസിഡിക് ആണെങ്കിൽ ബ്ലൂ ടേൺസ് ടു റെഡ് ആകും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. അമോണിയ നമ്മളിപ്പോൾ ലബോറട്ടറികളിൽ പ്രിപ്പയർ ചെയ്യുന്നത് പഠിച്ചു, നമ്മുടെ ക്ലാസ് റൂമിൽ പ്രിപ്പയർ ചെയ്യുന്നത് പഠിച്ചു. ഓക്കെ, നമ്മൾ അമോണിയ ലബോറട്ടറി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ധാരാളമായിട്ട് അമോണിയ നിർമ്മിച്ചെടുക്കുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഹേബർ പ്രോസസ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പാർട്ട് 1 നമ്മൾ പഠിച്ചു. ക്ലാസ് റൂമിൽ അമോണിയ പ്രിപ്പയർ ചെയ്യാം, ലബോറട്ടറിയിൽ അമോണിയ പ്രിപ്പയർ ചെയ്യും. അത് നമ്മളൊരു ചെറിയ എമൗണ്ടിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മുടെ എല്ലാ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അമോണിയ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ധാരാളം അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളപ്പം അങ്ങനെ മാനുഫാക്ചർ ചെയ്ത പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹേബർ പ്രോസസ്. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. The Haber process was invented by the German scientist Fritz Haber in 1912. ആരാണ് ഈ സയന്റിസ്റ്റിന്റെ പേരെന്താണ്? സയന്റിസ്റ്റിന്റെ പേരാണ് ഫ്രിറ്റ്സ് ഹേബർ. ഫ്രിറ്റ്സ് ഹേബർ എന്ന് പറഞ്ഞ ആള് in 1912 അമോണിയ ഇങ്ങനെ പ്രോസസ്സിലൂടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പ്രിപ്പയറിങ് അമോണിയ ഉണ്ട് ഇൻഡസ്ട്രിയൽ ബേസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സിലൂടെ നമ്മൾ അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത്. ധാരാളം അമോണിയ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഹൈഡ്രജൻ ടേക്സ് ദ റേഷ്യോ 1:3. 1:3 എന്ന റേഷ്യോയിലാണ് നമ്മൾ ഹൈഡ്രജൻ എടുക്കുന്നത്. എയർ മെയ്ഡ് ഇൻ ദ കമ്പൈൻഡ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. എത്ര ടെമ്പറേച്ചറിലാണ്? 200 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ഇത് ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 450 ഡിഗ്രി സെൽഷ്യസ്. 450 ഡിഗ്രി സെൽഷ്യസിൽ 200 അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു കാറ്റലിസ്റ്റ് ആണ് ഉൾപ്രേരകം എന്നാണ്. നമ്മൾ ഏതൊരു രാസപ്രവർത്തനം ചെയ്യുമ്പോഴും അതിൻ്റെ വേഗത കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാറ്റലിസ്റ്റ്, അതായത് ഉൾപ്രേരകം. ഇവിടെ നമ്മൾ ഹേബർ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? സ്പോഞ്ചി അയൺ. സ്പോഞ്ചി അയൺ എന്ന കാറ്റലിസ്റ്റ്, അതായത് ഉൾപ്രേരകമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കും. ഹേബർ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏത് അല്ലെങ്കിൽ ഉൾപ്രേരകം ഏതാണ്? സ്പോഞ്ചി അയൺ. ഓക്കെ, നമ്മളിലേക്കാണ്. അമോണിയ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ടു പ്രൊഡ്യൂസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ അമോണിയ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ അമോണിയ യൂസ് ചെയ്യുന്നത്. It was through the Green Revolution that our country ensured food security and achieved self-sufficiency in food production. One of the major principles of the Green Revolution was the use of chemical fertilizers. Chemical fertilizers വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അമോണിയ യൂസ് ചെയ്യുന്നത്. എന്നോട് പറയാം, അമോണിയ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്
ചെയ്യുന്ന പ്രോസസ്സിന് വരുന്ന പേരാണ് ഹേബർ പ്രോസസ്. അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ്? ഫെർട്സ് ഹേബർ എന്ന ആളാണ് കണ്ടുപിടിച്ചത് in 1912. ഓക്കെ, ഇനി നമ്മളോട് പറയാണ് having made it sure that the gas with the pungent smell and basic nature of ammonia. നമ്മൾ പറഞ്ഞു നമ്മുടെ അമോണിയയ്ക്ക് ഒരു സ്മെല്ലുണ്ട്. എന്ത് സ്മെല്ലാണ്? പഞ്ചൻ സ്മെല്ല്. പിന്നെ നേച്ചർ എന്താണ്? ബേസിക് നേച്ചറുമാണ്. ഓക്കെ, അറിയാം നമ്മുടെ അമോണിയയുടെ സ്മെൽ എന്താണ്? പഞ്ചൻ സ്മെല്ലാണ്. അതുപോലെ അതിന്റെ നേച്ചർ എന്താണ്? ബേസിക് നേച്ചറാണ്. Keep the litmus paper for some more times the mouth of the boiling tube and observe the change. അതായത് നമ്മളൊരു ലിറ്റ്മസ് പേപ്പർ എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിലോട്ട് പിടിച്ചിട്ട് അത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് എന്താകും? ടേൺസ് ബ്ലൂ ആകും. അതെന്താണ്? ബേസിക് ആയിട്ട് ഗ്യാസ് ഇൻവോൾവ് ചെയ്യുമ്പോൾ ഗ്യാസ് ലിറ്റ്മസ് പേപ്പറിൽ തട്ടി കഴിയുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. കളർ ചേഞ്ച് ചെയ്ത് എന്ത് കളറാകും? ടേൺസ് ബ്ലൂ കളറായിട്ട് ചേഞ്ച് ചെയ്യും. The wet litmus paper has changed again to red color due to the presence of hydrogen chloride. നമ്മൾ വെറ്റായിട്ടുള്ള നനഞ്ഞ ഒരു ലിറ്റ്മസ് പേപ്പർ, റെഡ് കളറിലെ ലിറ്റ്മസ് പേപ്പർ കൊണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് HCl ഗ്യാസിന് മുകളിലേക്ക് വെച്ച് കഴിയുമ്പോൾ എന്താകും? when ammonium chloride NH4Cl is heated, lighter NH3 comes out to the first, then the denser HCl came out. എന്താകും? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. നമുക്ക് ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. എന്താണ്? NH4Cl, അത് അമോണിയം ക്ലോറൈഡ്. ഇത് സോളിഡ് ആണ്. നമുക്ക് ഇതിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയായിത്തീരുന്നു? അമോണിയ. അമോണിയയുടെ ഇക്വേഷൻ എന്താണ്? NH3 പ്ലസ് പിന്നെന്താണ് ഇവിടെ ഉള്ളത്? HCl. ഇത് രണ്ടും സെപ്പറേറ്റ് ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം. NH4Cl നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയായിട്ട് മാറുന്നു? NH3യും HCl ആയിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. How do you notice that the white powder is sticking the sides of the test tube? നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിലായിട്ട് നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ പറ്റിയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. It is ammonium chloride. എന്താണ്? അമോണിയം ക്ലോറൈഡ് ആണ്. It is formed due to the reaction between NH3 and HCl gas which came out. ഇത് ഫോം ചെയ്തപ്പോഴാച്ചാലേ ഈ NH3യും HClനും കൂടെ പോകുന്ന സമയത്ത് അത് തമ്മിലുണ്ടായിട്ട് വീണ്ടും അത് NH4Cl ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Let's do another experiment. നമുക്ക് ഇനി വേറൊരു എക്സ്പെരിമെന്റ് ടു മേക്ക് ഇറ്റ് ക്ലിയർ. ഇതൊന്ന് ക്ലിയർ ആവാനായിട്ട് നമുക്ക് വേറൊരു എക്സ്പെരിമെന്റ് കൂടെ ചെയ്യാം. എ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇസ് ഷോൺ എ ജാർ ഫിൽഡ് വിത്ത് അമോണിയ ഗ്യാസ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് ഒരു ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് HCl, കോൺസെൻട്രേറ്റഡ് HClലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലാസ് റോഡ് കോൺസെൻട്രേറ്റഡ് HClലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് റോഡ് ഡിപ്പ് ചെയ്യുന്നു. അങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു വൈറ്റ് സ്മോക്ക് ഈസ് ഫോംഡ്. എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു വെളുത്ത ഒരു പുക പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് കാണാൻ സാധിക്കുന്നത്? വൈറ്റ് സ്മോക്ക് ഈസ് ഫോംഡ്. കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ, ഫൈൻഡ് ദ പ്രോഡക്റ്റ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? NH4Cl ആയിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത്. ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് NH3 പ്ലസ് HCl സെപ്പറേറ്റ് ആയി പോവല്ലേ? NH3 പ്ലസ് HCl ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വീണ്ടും ഇത് ഇവിടെ ഫോം ചെയ്ത് എങ്ങതായിട്ടാണ്? NH4Cl ആയിട്ട് വീണ്ടും ഫോം ചെയ്തു. മനസ്സിലായല്ലോ? നമ്മൾ ഇങ്ങനെ NH4Cl ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് NH3യും HCl ആയിട്ട് വന്നു. ഓക്കെ, അതിനെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് NH3യും HClനും കൂടെ ഫോം ചെയ്ത് വീണ്ടും അത് NH4Cl ആയിട്ട് മാറി. Take a glass tube, place a piece of cotton dipped in HCl at one end and other piece dipped in ammonia solution at the other end of the glass tube. നമ്മളൊരു ഗ്ലാസ് ട്യൂബ് എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ എന്ത് ചെയ്തു? കോട്ടൺ ഡിപ്ഡ്, ഒരു കോട്ടൺ അല്ല ഡിപ്ഡ് ഇൻ
HCl ഡിപ്പ് ചെയ്തു. മറ്റേ സൈഡിൽ എന്ത് ചെയ്തു? കോട്ടൺ ഡിപ്ഡ് ഇൻ അമോണിയ സൊല്യൂഷൻ. ഒരു സൈഡിൽ അമോണിയയിൽ ഡിപ്പ് ചെയ്ത കോട്ടണും മറ്റേ സൈഡിൽ ഏത് കോട്ടൺ വെച്ചേക്കുന്നത്? HCl ഡിപ്പ് ചെയ്ത കോട്ടണും കൂടെ വെച്ചു. ഇതിലെന്താണ് സംഭവിക്കുന്നത് ഇടയ്ക്ക്? such that these are well inside the glass tube. രണ്ടും നമ്മൾ ഇതിനുള്ളിൽ തന്നെ നമ്മൾ വെക്കുക. ക്ലോസ് ബോത്ത് എൻഡ്സ് ഓഫ് ദ ഗ്ലാസ് ട്യൂബ് ടൈറ്റ്ലി യൂസിങ് കോക്സ്. അതിൻ്റെ അടപ്പ് വെച്ച് നമ്മൾ കോക്ക് വെച്ച് നമ്മൾ നന്നായിട്ട് രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്യുന്നു. ഒബ്സർവ് ദ ചേഞ്ച് ഇൻസൈഡ് ദ ഗ്ലാസ് ട്യൂബ്. ഇതിന് ഇൻസൈഡിൽ ഈ HClഉം അമോണിയ സൊല്യൂഷനും അടങ്ങിയ കോട്ടൺ ഇതിനുള്ളിൽ ഇരിക്കുമ്പോൾ നമ്മൾ രണ്ട് സൈഡും കോക്ക് വെച്ച് അടച്ചു വെച്ചു. ഇതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? Dense white fumes will be produced inside the glass tube. After sometimes a white precipitate is formed on the sides of the glass tube. It is because NH3 and HCl combines to form NH4Cl. ഈ ടെസ്റ്റ് ട്യൂബിൽ ഗ്ലാസ് ട്യൂബ് രണ്ട് സൈഡും കോക്ക് വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ച് പറഞ്ഞല്ലോ. ഇത് നമ്മളിവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഡെൻസ് വൈറ്റ് ഫ്യൂംസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ഓഫ് ദ ഗ്ലാസ് ട്യൂബ്. ഇത് രണ്ടും കൂടെ ഫോം ചെയ്തിട്ട് ഒരു ഗ്ലാസ് ട്യൂബിന്റെ സൈഡിൽ എന്ത് പറ്റുന്നു? ഒരു ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഈ ഗ്ലാസ് ട്യൂബിന്റെ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആഫ്റ്റർ സം ടൈംസ്, കുറച്ച് സമയത്തിന് ശേഷം എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ്. കുറച്ച് സമയത്തിന് ശേഷം എന്ത് പറ്റുന്നു? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഓൺ ദ സൈഡ്സ് ഓഫ് ദ ഗ്ലാസ് ട്യൂബ്. എവിടെയാണ്? സൈഡിലെ ഗ്ലാസ് ട്യൂബിന്റെ സൈഡിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് ബിക്കോസ് NH3 and HCl combines to form NH4Cl. ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ രണ്ട് കോട്ടൺ, ഒരു കോട്ടണിൽ HClഉം മറ്റേ കോട്ടണിൽ NH3 അമോണിയയാണ് വെച്ചിരുന്നത്. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്ത് അവിടെ എന്താണ് ഫോം ചെയ്തത്? NH4Cl. അതിന്റെ കെമിക്കൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എന്തൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? NH3, അമോണിയ ഉണ്ടായിരുന്നു, പിന്നെന്താ ഉണ്ടായിരുന്നത്? HCl. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ആയി? NH4Cl. അമോണിയം ക്ലോറൈഡ് ആയിട്ട് ഫോം ചെയ്തു. ഓക്കെ. What happens to the white powder on heating? ഇപ്പൊ നമുക്ക് ഈ വൈറ്റ് പൗഡർ വീണ്ടും ഹീറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും രണ്ട് ഗ്യാസ് ആയിട്ട് പോകും. അമോണിയ ഗ്യാസ് ആയിട്ട് പോകും. നമുക്ക് എന്ത് സംഭവിക്കും? വൈറ്റ് പൗഡർ ഡിസപ്പിയേഴ്സ്. ഇവിടെ ഉള്ള ഈ വൈറ്റ് പൗഡർ വീണ്ടും ഡിസപ്പിയർ ആയി പോകും. ഇവിടെ ചോദിച്ച കാര്യം വാട്ട് ഹാപ്പൻസ് ടു ദ വൈറ്റ് പൗഡർ ഓൺ ഹീറ്റിംഗ്. ഇപ്പൊ നമുക്ക് കിട്ടിയ വൈറ്റ് പൗഡർ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത് വീണ്ടും ഡിസപ്പിയർ ആയി പോകും. സീ ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് ബൈ ഹീറ്റിംഗ് ആൻഡ് ദ റീകമ്പിനേഷൻ ഓഫ് പ്രോഡക്ട്സ് ഫോംഡ്. ഇവിടെ ഫോം ചെയ്യുന്ന എന്താണെന്ന് ഇനി പറയാം. ഇവിടെ ഫോം ചെയ്ത NH4Cl നമ്മൾക്ക് NH3യും HCl വന്നു. ഇതേപോലെ തന്നെ റിവേഴ്സിബിൾ ആണ്. NH3 പ്ലസ് HCl ഗേഴ്സ് നമ്മളിപ്പോ രണ്ടും രണ്ടായിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഫോം ചെയ്ത് ഒന്നായി പോയില്ലേ? എന്തായി വന്നു? NH4Cl ആയിട്ട് വന്നു. ഓക്കെ. ഇവിടെ നമുക്ക് പറയാം വി കമ്പൈൻ ദീസ് ഇക്വേഷൻസ്. ഈ ഇക്വേഷൻ ഉണ്ടോ? ഇതിന്റെ പ്രോഡക്ട്സും ഇവിടുത്തെ ഇത് ഈ സൈഡിൽ രണ്ടോ പ്രോഡക്റ്റും റിയാക്റ്റന്റും ഒരേപോലെ വന്നു. ഇത് പ്രോഡക്റ്റ്, ഇത് റിയാക്റ്റന്റ്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതായത് കുറച്ച് സമയം ഇങ്ങനെ ആവുന്നത് പോലെ തന്നെ തിരിച്ച് അവിടുന്ന് ഹീറ്റ് ചെയ്യുവാണെങ്കിൽ അവിടുന്ന് തിരിച്ചു ആകാൻ വഴിയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്നെ പറയാം? റിവേഴ്സിബിൾ. ഇങ്ങനെ ഒരു സൈൻ വെച്ച് നമുക്ക് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇത് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സിബിൾ. അതായത് അങ്ങോട്ടും രണ്ട് ഡയറക്ഷനിൽ ഇതിന്റെ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്നെ പറയാം? റിവേഴ്സിബിൾ എന്ന് പറയാം. Okay, reaction taking place both directions are called a reversible reaction. ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലും റിവേഴ്സിബിൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുമായി വരുന്ന ടൈപ്പ് റിയാക്ഷൻ നമുക്ക് എന്ത് പറയാം? റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയാം. ഓക്കെ. In reversible reaction, the reaction in which the reactants change to products is called a forward reaction. അതായത് റിവേഴ്സിബിൾ റിയാക്ഷനിലെ റിയാക്ഷൻ ഇൻ വിച്ച് ദ റിയാക്ഷൻ
റിയാക്ടന്റ് ചേഞ്ച് പ്രോഡക്റ്റ്. റിയാക്ടന്റ് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയാം. അതായത് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വരുവാണ്. ആൻഡ് ദാറ്റ് വിച്ച് പ്രൊഡ്യൂസ് പ്രോഡക്റ്റ് ചേഞ്ച് ബാക്ക് ടു റിയാക്ടന്റ്. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബാക്ക്വേർഡ് റിയാക്ഷൻ പറയാം. ഇനി പ്രോഡക്റ്റ് എന്തായിട്ട് മാറുന്നു? റിയാക്ടന്റ് ആയിട്ട് മാറുകയാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഇനി എന്ത് പറയാം? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയാം. ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇതെന്തായിരുന്നു? ഇത് ഫോർവേഡ് റിയാക്ഷൻ. റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയാം. അതേ പ്രോഡക്റ്റ് തന്നെ റിയാക്ടന്റ് ആയിട്ട് വീണ്ടും മാറുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയാം. കെമിക്കൽ ഇക്വേഷൻ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇവിടെ നമുക്ക് കുറച്ച് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്താക്കണം? ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതണം. അതായത് എന്താണ്? N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് റിവേഴ്സിബിൾ ഗീവ്സ് 2NH3. ഇതിനെ നമുക്ക് ഫോർവേഡ് റിവേഴ്സിബിൾ സൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലേക്കും അങ്ങോട്ട് പ്രോഡക്റ്റും റിയാക്ടന്റും തമ്മിൽ മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഫോർവേഡ് റിയാക്ഷൻ, ഇതിന്റെ ഫോർവേഡ് റിയാക്ഷൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? റിയാക്ടന്റ് എഴുതും. റിയാക്ടന്റ് എന്താണ്? ഇവിടുത്തെ N2 പ്ലസ് 3H2 ഗീവ്സ് എന്ത് കിട്ടുന്നു? 2NH3 കിട്ടുന്നു. ഇവിടുത്തെ പ്രോഡക്റ്റ് ഏതാണ്? ഇവിടെ 2NH3 ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൽ നിന്നും വീണ്ടും നമുക്കിതിനെ രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. എന്തൊക്കെയാണ്? 2NH3 ഗീവ്സ് N2 പ്ലസ് 3H2. അതായത് റിക്വേഷൻ റിവേഴ്സിബിൾ ആയതുകൊണ്ട് നമുക്ക് ഫോർവേഡ് എഴുതാൻ പറ്റും, ബാക്ക്വേർഡ് എഴുതാൻ പറ്റും. നമുക്ക് വേറെ രണ്ട് ഇക്വേഷൻ കൂടെ തന്നിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് എന്താണ്? 2SO2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് റിവേഴ്സിബിൾ ഗീവ്സ് 2SO3. ഇതിന് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എഴുതും. ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ റിയാക്ടന്റ് തന്നെ എഴുതുന്നു. 2SO2 പ്ലസ് O2 ഗീവ്സ് എന്ത് കിട്ടുന്നു? 2SO3 കിട്ടുന്നു. ഇതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതണം. ആദ്യം പ്രോഡക്റ്റ് എഴുതുക. 2SO3 ഗീവ്സ് 2SO2 പ്ലസ് O2. ഇവിടെ ഓർത്താൽ മതി, റിവേഴ്സിബിൾ പ്രോഡക്റ്റ് തന്നിട്ടുണ്ടല്ലോ, സൈൻ കണ്ടാൽ നമുക്കറിയാമല്ലോ. അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഈ രണ്ട് പ്രോഡക്റ്റ് ഉണ്ടായി കിട്ടുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്നിൽ ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂൾ ചെയ്യുക. ഇത് ഓരോ റിയാക്ഷൻ അനുസരിച്ചിരിക്കും. ചില റിയാക്ഷൻ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും സെപ്പറേറ്റ് ആവുന്നത്, ചില റിയാക്ഷൻ നമ്മൾ കൂൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും സെപ്പറേറ്റ് ആവുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ അടുത്ത അതേപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതി, ഫോർവേഡ് റിയാക്ഷൻ എഴുതി. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് എന്താണ്? H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് റിവേഴ്സിബിൾ ഗീവ്സ് 2HI ഗ്യാസ്. അതിന്റെ ഫോർവേഡ് റിയാക്ഷൻ എഴുതി. ആദ്യം നമ്മൾ എന്ത് എഴുതാം? തന്നിരിക്കുന്ന റിയാക്ടന്റ് അതുപോലെ തന്നെ എഴുതി, തന്നിരിക്കുന്ന പ്രോഡക്റ്റും എഴുതി. ഓക്കെ, ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതണം. ആദ്യം നമ്മൾ പ്രോഡക്റ്റ് എഴുതണം. പ്രോഡക്റ്റ് ഗീവ്സ്, അതിനെ ഹീറ്റ് ചെയ്യുകയോ കൂളി എന്താണ് റിയാക്ഷൻ അനുസരിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് എഴുതും? H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് ആയിട്ട് നമുക്ക് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് കണ്ടെത്തി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് കെമിക്കൽ ഇക്വിലിബ്രിയമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം പഠിക്കാം. ഓക്കെ, താങ്ക് യു.